സർ. ആ നന്ദിനി, അതെ താൻ ഇതൊക്കെ കണ്ടോ? ഇതെന്തൊക്കെയാണെന്ന് നോക്കി. തനിക്ക് മുടിയിൽ വയ്ക്കാനുള്ള പൂ, ഇത് തനിക്ക് കഴിക്കാനുള്ള സ്വീറ്റ്സ്. ഞാനിതൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ. വേണമെന്ന് പറഞ്ഞില്ല. വേണമെന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കുന്നതില് അതിന് വലിയ കാര്യമൊന്നുമില്ല. ഭാര്യയുടെ മനസ്സറിഞ്ഞ് വാങ്ങി കൊടുക്കുന്നത് അതിന്റെ ഒരു ഭംഗി അല്ലേ? ഞാൻ കുറച്ച് വെള്ളം അല്ലേ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്തുകൊണ്ടാണെന്നറിയോ? കുറച്ചു നേരമെങ്കിലും സത്യസന്ധനായ ഭർത്താവായിട്ട് ജീവിക്കണം, എങ്കിലേ അത് മനസ്സിലാവും. അല്ലേ അതെ, നമ്മളിത് വെറുതെ വാങ്ങിച്ചു വന്നാൽ മാത്രം പോരാ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലമുടിയില് നമ്മൾ തന്നെ അത് വെച്ചു കൊടുക്കണം. നന്ദിനി, താനോട് ഞാനേ ഇത് തനിക്ക് വെച്ചു തരാം. വാ. വേണ്ട സർ. നന്ദിനി, താ വെറുതെ നിർബന്ധം പിടിക്കില്ലേ. എനിക്കിത് തന്റെ മുടിയിൽ വെച്ച് തന്നേ പറ്റൂ. ആ, ഇത് വെച്ച് കണ്ടോണ്ട് ആ അഴകില് എനിക്കിത് തന്നെ ഒന്ന് കാണണം. ഇങ്ങോട്ട് പറയുന്ന കേക്ക് സർ, എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് കേക്കണം. താനിത് മുടിയിൽ വെച്ചേ പറ്റൂ. സർ വേണ്ട സർ. പറയട്ടെ, ഞാൻ താൻ ആരുടെ മുഖത്ത് നോക്കണ്ടോ? അങ്ങോട്ട് മനസ്സിൽ നന്മയില്ലാത്തൊരു മുഖത്തെ ഒരു കാലത്തും ആത്മാർത്ഥമായി ഉണ്ടാവില്ല. വേണ്ടെന്ന് സർ, വേണ്ട സർ. അപ്പൊ നമ്മൾ നോക്കാനേ പോകരുത്, കേട്ടല്ല? തിരി നന്ദിനി, ഞാനിത് വെച്ച് തന്നെ ഒന്ന് കാണണ്ടേ? സർ വേണ്ട. മനുഷ്യരും സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനും കൂടി സമ്മതിക്കില്ല. ഓരോന്നും ഒന്ന് ഇറങ്ങിക്കോളും. എന്ത് വൃത്തിയോടും കാണിക്കാനായില്ലടാ നിനക്ക്. ഇവള് പറഞ്ഞ് ചെയ്യിക്കുന്നതാവും ഇതൊക്കെ. ഞാനിനി പോയില്ലെങ്കിൽ പ്രശ്നമാവും. കയ്യിലെടുത്തും പോയല്ല. എന്താ അളിയാ, അളിയന്റെ സന്തോഷത്തിന് ബാക്കിയുള്ളവരെയും പട്ടിണിക്കിടണോ? ഞാനൊന്ന് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുക. എന്തായാലും കയ്യിലെടുത്തല്ലേ. കഷ്ടമായി പോയി. കഷ്ടം. അച്ഛാ, ഇയാളോടൊന്ന് മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞ ഞാൻ ഒന്ന് വെച്ചു കൊടുത്തോട്ടെ. തൃപ്തിയായല്ലോ നിനക്ക്? എത്ര നിർബന്ധിച്ചിട്ട് അമ്മയെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൊണ്ടുവന്നെന്ന് അറിയോ നിനക്ക്? അങ്ങനെ ഉണ്ടായിരുന്ന ഞാനത് അറിഞ്ഞില്ല. അങ്ങനെ നിർബന്ധിച്ചാലേ അമ്മ മഹാറാണി അമൃതത്തിന് വരുന്നുണ്ടെങ്കിലേ കഴിക്കാണ്ട. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അച്ഛൻ കഴിക്കുന്നില്ലേ? മതിയല്ലോ സാറിന്. ഇനി മറ്റുള്ളവരുടെ ഭക്ഷണം മുടക്കിയതിന്റെ കണക്കൂടി ഞാൻ പറയണ്ടേ? നന്ദിനി, ഓന്നൊരു പോട്ടെന്നേ. ഞാനിത് വെച്ചേ. ആ, തിരിഞ്ഞേ പോയി സാറേ. മോളെ സാറേ, അതേടാ വിവേകമുണ്ടല്ലോ എന്റെ ഫ്രണ്ട്, അവനൊരു വിഡ്ഢിയാന്നേ. അവൻ പറയാ 4 മുഴം പൂവ് വാങ്ങിച്ചോണ്ട് വന്നാലേ ഏതൊരു പെണ്ണിനും സന്തോഷാവൂന്ന്. ചുമ്മാ ഒരു കുടുംബം കലക്കാനേ 4 മുഴം പൂ മതിയെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. സോ ഐ ലവ് ദിസ് ഫ്ലവർ. നന്ദനെ സാറേ, നന്ദനെ നന്ദിനി, നന്ദിനി മോളെ. നന്ദിനി,
എന്തിനാ സർ ഇപ്പൊ ഇതൊക്കെ ആയിട്ട് കയറി വന്നേ? അവരെ ഭക്ഷണം കഴിച്ച് തീർക്കാനെങ്കിലും സമ്മതിക്കായിരുന്നില്ലേ? ഇതെന്തിനാ ഇപ്പൊ പോവും സ്വീറ്റ്സും? എനിക്കിതൊന്നും വേണ്ട. ഒന്ന് കൊണ്ട് പോകുന്നുണ്ടോ? ഏയ് നന്ദിനി, ഇതൊക്കെ ഒരു ഭർത്താവിന്റെ അവകാശമാണ്. ഭർത്താക്കന്മാരുടെ അവകാശം ഭർത്താക്കന്മാര് കാണിച്ചോളൂ. സാറിന് അത് കാണിക്കാൻ എന്ത് അവകാശമുള്ള? സാറിന്റെ ഭർത്താവാണോ? ഞാൻ സാറിന്റെ ഭാര്യയാണോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒതുങ്ങി വരുമ്പോ അടുത്തത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നോളൂ. സാറിന് ആരും ഒന്നും പറയില്ല. ഇന്നൊരു നേരം അവര് പട്ടിണി കിടന്നാലും സാറിന് അവരൊന്നും പറയില്ല. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന വേദനയും കുത്തുവാക്കുകളും എന്താണെന്ന് അറിയണമെങ്കിൽ സാർ എന്റെ കൂടെ മുഴുവൻ നേരവും ഇതിനകത്ത് നിന്നാലേ മനസ്സിലാവൂ. ഓക്കെ, നാളെ മുതൽ ഞാൻ വേറെ എവിടെയും പോകുന്നില്ല. തന്റെ കൂടെ തന്നെ നിൽക്കാം. തന്നോട് ആര് കുത്തുവാക്ക് പറഞ്ഞാലും അത് ഞാൻ കേൾക്കാം. ആ അസലായി. അപ്പൊ പിന്നെ 24 മണിക്കൂറും ഈ വീടിനകത്ത് യുദ്ധം തന്നെ. എന്റെ പൊന്ന് സാറേ, സാറിന് ഈ മദ്യപിക്കുമ്പോ മാത്രം തോന്നുന്ന ഒരു പ്രത്യേകതര സ്നേഹമുണ്ടല്ലോ, അത് എന്നോട് കാണിക്കല്ലേ. നോ നന്ദി, യു ആർ റോങ്. ഇങ്ങനെയൊന്നും ഒരാളോടും പെരുമാറാൻ പാടില്ല. ഞാൻ തനിക്കായിട്ട് പൂവും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവരുമ്പോ ആ പൂവ് വാങ്ങി വെച്ച് ഇതിൽ നിന്നൊരു സ്വീറ്റ്സ് ഒക്കെ എടുത്ത് കഴിച്ച് സന്തോഷത്തോടെ എന്നെ ഒന്ന് നോക്കിയാലേ എന്റെ മനസ്സിന് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. സാറിനോട് ആരാ ഈ വൃത്തികെട്ട ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? വിവേക്. ആ അവൻ പറഞ്ഞല്ലോ പൂ കൊണ്ടുവന്ന് ഇഷ്ടാവും. അവൻ പറഞ്ഞല്ലോ ഈ നേരത്തെ സ്വീറ്റ്സ് കൊണ്ടുവന്നാ അത് ഏത് ഭാര്യമാർക്കും ഇഷ്ടാവൂന്ന്. ആ എന്നാ കേട്ടോ, എനിക്കിഷ്ടം ആയില്ല. ഭാര്യ എന്ന നിലയ്ക്ക് സാർ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ സാറിന്റെ ഭാര്യയല്ല, ഭാര്യയല്ല, ഭാര്യയല്ല. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാനിത് വാങ്ങിച്ചല്ല. ഇത് വിവേക് ആരോഗ്യ വേണ്ടി വാങ്ങി വെച്ചതാ. ഞാൻ അവരോട് കട വാങ്ങിച്ചതാ. എന്തിന്? പത്മ മാഡത്തിന്റെ മുന്നില് ഈ അഭ്യാസം കാണിക്കാനല്ലേ? യെസ്, യു ആർ കറക്റ്റ്. ആ എന്ത് തന്നെ ആയാലും ഞാനിത് കൊണ്ടുവന്നല്ലോടൂ. താനിത് തൽക്കാലം വാങ്ങിക്കേ. ശരി, വാങ്ങാം.